എന്തായാലും എനിക്ക് വയറ് ഫുള്ളായി, അവളൊരു ഏമ്പക്കം വിട്ടുകൊണ്ട് പറഞ്ഞു. കല്ലു ചേച്ചി, മുറ്റത്തു നിന്നും ഒരു വിളിയച്ച. ആ, മുത്തുമണിയാണല്ലോ, ഇവളൊന്ന് സ്കൂളിൽ പോയില്ലേ? കാളിന്തി എഴുന്നേറ്റ് മുൻവശത്തേക്ക് വന്നു. മുത്തുമണി, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ല ചേച്ചി. അതന്നെടാ, ഇന്ന് ടീച്ചർമാർക്ക് സെമിനാറാണ്, അതുകൊണ്ട് അവധിയാ. ആഹാ, എന്നിട്ടിപ്പോൾ ആണ് വരുന്നത്? അത് ചേച്ചി, എൻ്റെ മാമനൊക്കെ വന്നിട്ടുണ്ട്. ആര്? ദേവൻ ചേട്ടനോ? എപ്പോൾ വന്നു? ഇന്നലെ വൈകിട്ട്. ആണോ? മാമൻ മാത്രമേ ഉള്ളോ അതോ മാമയുണ്ടോ? മാമയുണ്ട്, കല്ലു ചേച്ചി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അച്ഛമ്മേ, ഞാൻ ഇപ്പം വരാമേ. കല്ലും മുത്തുമണിയുമായി അവളുടെ വീട്ടിലേക്ക് നടന്നു. ഒരു വേലിക്കപ്പുറമാണ് അവളുടെ വീട്. മുത്തുമണി 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെ അമ്മ സുസ്മിതയും അച്ഛൻ ഗോപനും. ഗോപൻ മേസ്ത്രിപ്പണിയാണ്. സുസ്മിത അടുത്തുള്ള ഒരു പലഹാര കമ്പനിയിൽ പോകുന്നുണ്ട്. ആഹാ, ഇതാരാ വന്നത്? കലുസേ, വായോ വായോ. ദേവന്റെ ഭാര്യ വീണയാണ്. വീണ ചേച്ചി, എന്തുണ്ട് വിശേഷം? എത്ര നാളായി കണ്ടിട്ട്? കല്ല് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. സുഖം കല്ലു, ഡിഗ്രി പരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു ചേച്ചി. ഇനി എന്താ അടുത്ത പരിപാടി? റിസൾട്ട് വരട്ടെ, എന്നിട്ടുള്ളൂ ബാക്കി. അച്ഛമ്മ ഇവൾക്ക് കല്യാണാലോചനയാണ് വീണേ. മിക്കവാറും അടുത്ത ചിങ്ങത്തിൽ കാണും. സത്യമാണോ സുസ്മിത ചേച്ചി? വീണയ്ക്ക് ആകാംക്ഷയായി. ചുമ്മാ പറയുന്നതാണ് ചേച്ചി, വിശ്വസിക്കല്ലേ. കല്ല് ചെരുപ്പ് ഊരിയിട്ടിട്ട് ഉമ്മറത്തേക്ക് കയറി. ആഹാ, കാണാം. എത്ര പേരോടാണെന്നോ അച്ഛമ്മ ഇവളുടെ കാര്യം പറഞ്ഞേക്കുന്നത്? ഒത്തുവന്നാ നടത്തും. അപ്പോഴേക്കും ദേവൻ ഇറങ്ങി വന്നു. കലു, എന്തുണ്ട് വിശേഷം? സുഖം ദേവൻ ചേട്ടാ, അവിടെയോ? അമ്മച്ചിയമ്മ വന്നില്ല ചേട്ടാ? ഇല്ല, അമ്മയ്ക്ക് ക്ഷീണമാണ്, വാദമുണ്ടല്ലോ. പിന്നെ എന്താണ് പെട്ടെന്ന് ഇറങ്ങിയത്? ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ ഒരു കാര്യം പറയാൻ വന്നതാണ്, ദേവൻ ചിരിയോടെ പറഞ്ഞു. എന്നതാ ദേവൻ ചേട്ടാ? അത് എനിക്കൊരു ജോലി ശരിയായി, ദുബായിലാണ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ. അടുത്ത ആഴ്ച പോകുവേ, അത് പറയാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. അതെയോ, ഹാപ്പി ന്യൂസ് ആണല്ലോ ചേട്ടാ. എല്ലാം ശരിയായാൽ മതിയായിരുന്നു കല്ലു. ശരിയാകും ചേട്ടാ, അടിപൊളിയായിട്ട് പോയിട്ട് വാ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. വീണ ചേച്ചി, PSC പഠിത്തം എവിടെ വരെയായി? ഞാൻ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി കല്ലു. നല്ല കാര്യം ചേച്ചി, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. വീട്ടിൽ നിന്ന് പഠിക്കുന്നതിൽ നല്ലത് കോച്ചിങ്ങിന് പോകുന്നതാണ് കേട്ടോ. 1 മാസം ആകുന്നതേ ഉള്ളൂ അല്ലേ വീണേ? സുസ്മിത ചായ എടുത്തുകൊണ്ട് വന്നു, കല്ലുവിൻ്റെ കയ്യിൽ കൊടുത്തു. ചേച്ചി, ഞാനിപ്പോൾ കാപ്പി കുടിച്ചതേ ഉള്ളൂ, വയറ് ഫുള്ളാണ്. ഓ, ജാടയിടാതെ കുടിക്ക് വേണേ, ഒരു ഗ്ലാസ് ചായ കുടിക്കാനുള്ള സ്പേസ് ഒക്കെ കാണും. അയ്യോ സത്യമാണ് സുസ്മിത ചേച്ചി. ദേ കല്ലു, മര്യാദയ്ക്ക് കുടിച്ചോണം കേട്ടോ, ഇല്ലെങ്കിൽ ഇടി മേടിക്കും. അവൾ കണ്ണുരുട്ടി. അങ്ങനെ കുറച്ച് സമയം അവരോടൊക്കെ വിശേഷം പറഞ്ഞുകൊണ്ട് കല്ലു വരുന്നു. കല്ലുമോളെ, നിന്റെ ഫോൺ കിടന്നടിക്കുന്നുണ്ട്, അച്ചമ്മ വിളിച്ചു. ആ, വരുന്നു അച്ചമ്മേ. കല്ല് പോകാനായി എഴുന്നേറ്റു. വീണ ചേച്ചി, ഞാൻ എന്നാ പോകുക, പിന്നെ കാണാമേ. ഫോൺ ബെല്ലടിക്കുന്നു. ശരി മോളെ, പോയിട്ട് വാ, ഉച്ചയൂണ് ഇവിടുന്നാണ് കേട്ടോ, സുസ്മിത അവളോട് വിളിച്ചു പറഞ്ഞു. അവൾ പോയതും മുത്തുമണി ചെറുതായി ചിണുങ്ങി. അപ്പോഴേക്കും ഗോപൻ ഒരു ചെറിയ കോഴിയും 1/2 കിലോ വറ്റയും 1/2 കിലോ കിളിമീനും ഒക്കെ മേടിച്ചു വന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചേട്ടാ? ഞങ്ങളതിനെ വിരുന്നുകാരൊന്നും അല്ലല്ലോ. അവൻ കൊടുത്ത പൊതി മേടിച്ചുകൊണ്ട് വീണ പറഞ്ഞു. ഇതൊക്കെ ഒരു സന്തോഷമല്ല വീണേ, വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് ഒത്തുകൂടുന്നതാണ് നല്ലത്. ഗോപൻ അത് പറഞ്ഞിട്ട് ഷട്ടൂരി അയേഴിട്ടു. വീണ അടുക്കളയിലേക്ക് പോയി. ആ കല്ല് പോയല്ലോ, അവളുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇടയിൽ മീൻ വെട്ടിത്തരും, സുസ്മിത പറഞ്ഞു. കല്ല് മിടിക്കുകയാണ് അല്ല ചേച്ചി? പിന്നെ അവൾക്ക് എല്ലാം പെരുമാറാൻ അറിയാം. മീനൊക്കെ ഇതാ എന്ന് പറഞ്ഞു വെട്ടും. അതെയോ? പാവമാണ് കല്ലു, ഒരുപാട് ഒരുപാട് പാവം. അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയല്ലേ, അച്ഛമ്മ ജീവനാണ് അവൾക്ക്. കല്യാണം നോക്കുന്നുണ്ടോ ചേച്ചി ആ കൊച്ചിനിപ്പോളെ? അച്ഛമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ, അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അച്ഛമ്മയുടെ കാലം കഴിഞ്ഞാൽ അവർക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് അവൾക്ക് ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും നല്ല കുടുംബത്തിൽ കയറിയാൽ മതിയായിരുന്നു അല്ലേ? അതെ വീണേ. സുസ്മിത ചിക്കനെല്ലാം കഴുകി വാരിയെടുത്ത് വെച്ചു. വീണ അപ്പോഴേക്കും സവോളയെല്ലാം തൊലി കളഞ്ഞു. വറ്റ കറി വെക്കാം, കുറച്ച് കിളിമീൻ എടുത്ത് പൊരിക്കാം അല്ലേ വീണേ? മതി ചേച്ചി, ഇതൊക്കെ ധാരാളം. സുസ്മിതേ, എന്താ ഗോപേട്ടാ? കുറച്ച് വൻപയറെടുത്ത് മെഴുകുപൊട്ടി വെക്കടി. ഓ ആയിക്കോട്ടെ, അവൾ ചിരിച്ചു. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പയർ? അതെ വീണേ, പയർ വെക്കുന്ന ദിവസം മോരും വേണം, അത് നിർബന്ധമാണ്. മോരിരിപ്പുണ്ടോ ചേച്ചി? കുറച്ചുണ്ട്, ഫ്രിഡ്ജിൽ കാണും. അങ്ങനെ ഉച്ചത്തേക്കുള്ള വിഭവങ്ങളെല്ലാം നാത്തൂനും കൂടി തകൃതിയായി ഉണ്ടാക്കുകയാണ്.
വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അല്പം കുരുമുളകും വറ്റൽമുളകും കൂടെ ചതച്ചെടുത്ത് കറിവേപ്പിലയും കടുകും പൊടിച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച പയറിട്ട് അടിപൊളി മെഴുക്കുപുട്ടി തയ്യാറാക്കുകയാണ് സുസ്മിത. വീണ ആസ്വദിച്ചിരുന്ന് അതിലും അല്പം എടുത്ത് കഴിച്ചു നോക്കി. കിടുവാണ് കേട്ടോ ചേച്ചി, അവൾ നാത്തൂനെ അഭിനന്ദിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോഴാണ് സുമേഷ് കാര്യങ്ങളൊക്കെ രാജിയോട് പറഞ്ഞത്. ആദ്യം അവൾ കുറച്ചു സമയം കീർവിച്ചിരുന്നു. എത്ര നേരം ഞാൻ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തത്? എൻ്റെ രാജി ഓട്ടോ ഉണ്ടായിരുന്നു അതല്ലേ? ഓ പിന്നെ എന്ന് കരുതി ഒരു 5 മിനിറ്റ് എന്നോട് മിണ്ടാൻ വരേ. 5 അല്ല, അരമണിക്കൂർ മിണ്ടിയിട്ടേ പോകൂ, മതിയോ? എൻ്റെ സുമേഷ് ചേട്ടാ, എനിക്കാണെങ്കിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. രാജീവൻ ചേട്ടനെ കണ്ടോ? എന്ത് പറഞ്ഞു ആ കുട്ടി? അറിയോ? അറിയും പെണ്ണേ. എന്നിട്ടോ? നീ വാ ഇരിക്കെ, ഞാനെല്ലാം പറയാം. അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു. നല്ല കൂട്ടറാണോ ഏട്ടാ? പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല, പാവാണ്, നല്ല സ്വഭാവം. ആണോ? സമാധാനായി. പിന്നെ ഒരു പ്രശ്നമുണ്ട് രാജി. അയ്യോ അതെന്നെ ഏട്ടാ? അവൾക്ക് ആകാംക്ഷയേറി. അത് പിന്നെ രാജി, അതിൻ്റെ അച്ഛനും അമ്മയും ഒന്നും കൂടെ ഇല്ല. ആകെയുള്ളത് ഒരച്ഛമ്മ മാത്രമാണ്. അച്ഛനും അമ്മയൊക്കെ എവിടെ? ജീവിച്ചിരിപ്പല്ല ഏട്ടാ. അമ്മ മരിച്ചു പോയി രാജി. അച്ഛനുണ്ട്, പക്ഷേ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതന്നെ ഏട്ടാ. അത് പിന്നെ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഉടനെ അതിൻ്റെ അമ്മ മരിച്ചു പോയത്. ആരൊക്കെ ചേർന്ന് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ജാതകദോഷം കാണാണ് പെറ്റമ്മ മരിച്ചതെന്ന്. അന്ന് മുതൽ അതിൻ്റെ അച്ഛനെ ഇതിനെ കണ്ടുകൂടാ. അയാൾക്ക് പിന്നെ ഇങ്ങനൊരു മകൾ വേണ്ടെന്ന് പറഞ്ഞ് അയാൾ നാട് വിട്ടു പോയത്. ദൈവമേ, ഇവരുടെ നാട് ഇവിടെ തന്നെയാണോ? അല്ല, മുണ്ടക്കയം കഴിഞ്ഞ് പാലൂർക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ലേശം ഉള്ളിലോട്ടാണ്. അവിടെയായിരുന്നു ഇവിടെ നാട്. ഈ അച്ഛമ്മ കുട്ടിക്ക് 1.5 വയസ്സുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അതുവരെ അവർ അവിടെയായിരുന്നു. അതെയോ? ഒറ്റയ്ക്കുള്ളോ ഈ അമ്മ? ആ, അങ്ങനെയാണ് രാജീവൻ പറഞ്ഞത്. ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് തിരക്കണം. ഏട്ടാ, അപ്പോൾ ആ അച്ഛൻ ഇതുവരെ ഈ കുട്ടിയെ കാണാൻ വന്നിട്ടില്ല അല്ലേ? എന്നാണ് ഞാൻ അറിഞ്ഞത്. ശോ, പാവം അല്ലേ? ആ, എന്നിട്ടോ ഏട്ടാ? അങ്ങനെ അയാൾ പോയി കഴിഞ്ഞു. ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോഴാണ് അയാളുടെ അമ്മ വരുന്നതും ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നതും. എന്നിട്ട് അവർ ഈ കുഞ്ഞുമായിട്ട് കോട്ടയത്തേക്ക് വന്നു. അതെന്നെ അങ്ങനെ വന്നത്? ഈ അമ്മ ഒറ്റ മകളായിരുന്നു എന്ന്. ഇവർക്കും ഇവിടെ ഒരു വീടും കുറച്ച് സ്ഥലവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇവിടെ വന്ന് താമസമാക്കിയത്. അപ്പോൾ ഈ അച്ഛമ്മയുടെ സ്വന്തം സ്ഥലമാണല്ലേ ഇവിടെ? അതെ, അവർ ജനിച്ചു വളർന്ന വീട്. ഇവർക്ക് വേറെ മക്കളില്ലാവോ? ആ, അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നമാവോ ഏട്ടാ? കല്യാണം ആലോചിച്ചാ? അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ എങ്ങനെ പറയുന്നത്? ആദ്യം ആ പെൺകുട്ടിയുടെ നിലപാട് അറിയണ്ടേ? അതൊക്കെ ശരിയാണ്, പക്ഷേ ഞാനിത് വീട്ടിൽ പറഞ്ഞാൽ കണ്ണൻ എന്ത് പറയാവോ? അത് നീ ഈ കാര്യം അമ്മയെ വിളിച്ച് പറയേ. എന്നിട്ട് അമ്മയുടെയൊക്കെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. ആ കുട്ടി കാണാനൊക്കെ എങ്ങനെയാണ്? രാജീവൻ ചേട്ടൻ എന്ത് പറഞ്ഞു? കാണാൻ മിടുക്കിയാണെന്ന് പറഞ്ഞു. പിന്നെ അത് ആളൊരു പാവാണ്, ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണ് രാജീവൻ പറഞ്ഞത്. അതല്ലേ ഏട്ടാ ഏറ്റവും ആവശ്യം? അതെ, പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നീ വീട്ടിലേക്ക് ഫോൺ എടുത്ത് വിളിക്ക്, എന്നിട്ടാവാൻ ബാക്കി. അല്പം കഴിഞ്ഞ് സുമേഷ് ഓട്ടോ എടുത്ത് പോയി. കുഞ്ഞിനെ ഉറക്കിക്കഴിഞ്ഞ് രാജീവ് ഫോൺ എടുത്തുകൊണ്ട് കട്ടിലേക്ക് പോയിരുന്നു. അമ്മയെ വിളിക്കാനായി. എൻ്റെ ഭഗവാനെ, അവന് വിധിച്ചതാണെങ്കിൽ തടസ്സം കൂടാതെ ആ കുട്ടിയെ ഞങ്ങൾക്ക് തരണേ. അവൾ മൂകമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ കാതിലേക്ക് ചേർത്തു. ഹലോ. ആ അമ്മേ, എന്നാടി മോളെ? കുഞ്ഞ് എന്തിയേ? അവൻ ഉറങ്ങി അമ്മേ. ചോറുണ്ടോടി മോളെ? ആ, കഴിച്ചു. അമ്മയോ? ഞാൻ ചോറുണ്ണുമായിരുന്നു. അതെന്നെ താമസിച്ചത്. ലില്ലിക്കുട്ടി ചേച്ചിയുടെ മോളിലെ റാണി, അവൾക്ക് ഒരു ചുരിദാർ തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ആ കൊച്ചി നേഴ്സിംഗിൽ പഠിക്കുമല്ലേ അമ്മേ? അതെടി, റാണി അവധിക്ക് വന്നതാണ്. 2-3 എണ്ണം ഉണ്ടായിരുന്നു. എല്ലാം ഇന്ന് കൊടുത്തു. ആ, അവർ വന്ന് മേടിച്ചോ? ആ, മേടിച്ചുകൊണ്ട് പോയി. കണ്ണനുണ്ടോ അമ്മയോടെ? ഇല്ലടി മോളെ, അവൻ ഉച്ചയ്ക്ക് വന്നില്ല. എന്തേടി? അതമ്മേ, അവനൊരു കല്യാണാലോചന പറയാനായിരുന്നു. എവിടാടി? അമ്മ എന്നും ആയിട്ടില്ല. അപ്പുറത്തെ കനക്കമ്മ ചേച്ചി പറഞ്ഞതാണ്. അതെയോ? പെണ്ണെങ്ങനെയുണ്ട് മോളെ? എൻ്റെ അമ്മേ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ആണോ? എന്നിട്ട്? അതമ്മേ, രാജി അമ്മയുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ശോ, ആരില്ലടി അപ്പോൾ? ആ കുട്ടിയുടെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ അമ്മേ. ആണോ? പക്ഷേ ആ കൊച്ചു പാവാണ്. സുമേഷ് ചേട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അവിടെ അടുത്താണ് വീട്. ആണോ? കേട്ടിട്ട് കുഴപ്പമില്ലായിരുന്നു അല്ലേ? എടി മോളെ, എന്താമ്മേ, അതിൻ്റെ ദോഷം കൊണ്ടെങ്ങാനും ആണോടിനി? അമ്മേ, അങ്ങനെയൊക്കെ ചിന്തിക്കാതെ. പിന്നെ ഒരു കാര്യമുണ്ട്, അഥവാ ഇത് ഉറപ്പിച്ചാൽ തന്നെ നമ്മൾ ജാതകമൊക്കെ നോക്കില്ലേ, എല്ലാം ഒത്തു വന്നാലല്ലേ കല്യാണം നടക്കുമോ? അതൊക്കെ ശരിയാണ് അമ്മേ. അവൻ സമ്മതിക്കോ? സമ്മതിക്കാതെ പിന്നെ എങ്ങനെയാണ്? വയസ്സ് 31 കഴിഞ്ഞു. ഈ കൊച്ചിന് ഒരു 23 വയസ്സിൽ കൂടുതലില്ലെന്ന്
കനകമ്മ ചേച്ചി പറഞ്ഞു. അയ്യോ, അപ്പോൾ അവർ സമ്മതിക്കുമോ മോളെ? എൻ്റെ അമ്മേ, ആദ്യം അവന് ഈ കല്യാണത്തിന് സമ്മതാണോ എന്ന് തിരക്ക്, എന്നിട്ടല്ലേ ബാക്കി. ആരാടി? കുറേ നേരം ആയല്ലോ. അച്ഛൻ്റെ ശബ്ദം കേട്ടു രാജി. അത് രാജിമോളാണെന്നേ. അവളൊരു കല്യാണക്കാര്യം പറയാനാണ്. ആർക്ക്? ഓ, ആർക്കാ? കണ്ണന്. ആ, പെണ്ണെവിടാ? അമ്മേ, കുഞ്ഞുണ്ടായിരുന്നോ? ഞാൻ വെക്കുക. രാജി ഫോൺ കട്ട് ചെയ്തു. ഷോഫയും ഭർത്താവും കൂടെ രാജി പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണൻ ഓട്ടം കഴിഞ്ഞു വന്നത്. ഷോഫ മകനെ നോക്കി വിളക്കനെ ഒന്ന് ചിരിച്ചു. എന്താമേ പതിവില്ലാതൊരു ചിരി? ഒരു സന്തോഷ വാർത്തയുണ്ട് മോനെ. അതെന്താ ഇത്ര സന്തോഷം? ഇവിടെ എനിക്കൊരു മരുമകൾ വരാൻ പോകുന്നു. കൊള്ളാലോ. എന്നാ വരുന്നത്? നാളെ മറ്റന്നാളോ? എടാ ചെറുക്ക, നീ വിളച്ചിലെടുക്കരുത് കേട്ടോ. ബാക്കിയുള്ളവൻ തീ തിന്നുവാ. അതെന്താ അമ്മയ്ക്കിവിടെ ചോറും കറിയൊന്നുമില്ലേ? കണ്ണാ, നീ മേടിക്കും കേട്ടോ. അവൻ മകൻ്റെ തോളിലൊന്ന് കൊടുത്തു. അയ്യോ, എന്തൊരു വേദനയാണ്. അച്ഛാ, അച്ഛൻ കണ്ടില്ലേ ഇത്? അവൾ പറഞ്ഞതിലും കാര്യമുണ്ട് മോനെ. നിനക്ക് എത്ര വയസ്സായെന്നറിയോ? അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് താല്പര്യമില്ലാത്ത വിഷയത്തെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട. ഞാനിതൊക്കെ മുന്നേ പറഞ്ഞതാണ്. പിന്നെയും അമ്മ ഇത് പറഞ്ഞുകൊണ്ട് വരുവാ. എടാ മോനെ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ നിനക്കൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന്? നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് വയസ്സാൻ കാലത്ത് ആരെയുള്ളത് ഒരു ആശ്രയത്തിന്? ഷോഫ കറിയാൻ തുടങ്ങി കഴിഞ്ഞു. ഞാനില്ലേ അമ്മേ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം, പോരെ? എടാ, നീ ഒരു തൊഴിൽ ചെയ്യുന്നവനാണ്. കാലത്ത് ഇറങ്ങിപ്പോയ നീ എപ്പോഴാണ് കയറി വരുന്നത്? അതുപോലെയാണോ ഇവിടെ ഒരു പെൺകൊച്ചുണ്ടെങ്കിൽ എനിക്ക് മിണ്ടാനും പറയാനും ഒരു കൂട്ടാകും. ഓ, തൽക്കാലം ഈ ഇരിക്കുന്ന കൂട്ട് മതി അമ്മയ്ക്ക്. പോരാത്തതിന് ഒരു മകൾ കൂടെ ഉണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമ്മേ. അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. ഏറ്റില്ല അല്ലേടി? രാജൻ ഭാര്യയെ നോക്കി. ഇതൊരു നടക്ക് പോകില്ല ചേട്ടാ. ഇനി എന്താണൊരു വഴി? ശ്രീകുട്ടി വരട്ടെ, അവളെ കൊണ്ട് പറയിപ്പിക്കാം. ആ, നടന്നത് തന്നെ. ഓ, തുടങ്ങി. എന്ത് കാര്യത്തിലും ചേട്ടൻ ഇടങ്കോലിടും. ഇനി നോക്കണ്ട. എടി, ഞാനുള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നീ അതിന് തൊള്ള തുറക്കണ്ട. പിന്നെ പറയാതെ. എൻ്റെ വിഷമം എനിക്ക് അറിയൂ. നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല. ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കിട്ടാനാണ് ഞാൻ ഈ 2 നേരം വിളക്ക് വെച്ച് നാമം ചൊല്ലുന്നതും. എടി, അവൻ്റെ മനസ്സ് മാറതെ നമ്മൾ എന്നാ ചെയ്യാനാ? നീ ഇപ്പോൾ പുല്ല് പറിക്കാൻ വരുന്നുണ്ടോ? നേരം 3 മണി കഴിഞ്ഞു. ചേട്ടൻ പോയിക്കോ, ഞാൻ വന്നേക്കാം. ആ വലരിയുടെ പൊക്കത്തിൽ കുറച്ച് പുല്ലുണ്ട്, അത് പോയി ചെതിക്കോ. അപ്പോഴേക്കും ഞാൻ വന്നേക്കാം. നീ ഇനി അവനോട് കിന്നാരം പറയാൻ ചെന്നേക്കരുത്, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അയാൾ തൊഴുത്തിൽ നിന്നും വെട്ടരുവായും കയറും എടുത്തുകൊണ്ട് പറഞ്ഞു. ഭർത്താവ് പോയതും ഷോഫ വീണ്ടും കണ്ണൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൻ ഫോണിൽ പാട്ട് വെച്ചുകൊണ്ട് കിടക്കുകയാണ്. എടാ കണ്ണാ. എടാ. എന്താമേ, നീ പാട്ട് കേൾക്കുവാണോ? അല്ല, വാർത്ത കേൾക്കുക. ഈ അമ്മയ്ക്ക് എന്താ? എന്നിട്ട് പിന്നെ പാട്ടല്ലേ അതിലൂടെ കേൾക്കുന്നത്? നീ ആളെ കളിയാക്കുവാണോ? അമ്മയല്ലേ ആളെ കളിയാക്കുന്നത്? പാട്ട് കേട്ട് കിടന്ന് എന്നോട് ചോദിക്കുക നീ പാട്ട് കേൾക്കുവാണോ എന്ന്. അമ്മയ്ക്ക് എന്താ വേണ്ടതിപ്പോൾ? എനിക്ക് കൊഞ്ചിക്കാനും താലോലിക്കാനും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞിനെ വേണം. ആ, അത്രയേ ഉള്ളൂ? ആ, ഉള്ളൂ. എന്താ, നിനക്ക് തരാൻ പറ്റുമോ? അത് കേട്ടതും കണ്ണൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ അമ്മ എന്ത് തമാശയാണിത്? അമ്മയ്ക്ക് താലോലിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ രാജിയുടെ കുഞ്ഞിലേ. ഇനി ശ്രീകുട്ടിയെ കെട്ടിച്ചു വിടുമ്പോൾ അവൾക്കും കുഞ്ഞുങ്ങളുണ്ടാകും. അത് മതി തൽക്കാലം. അല്ലാതെ എൻ്റെ കുഞ്ഞിനെ കണ്ടേ തീരൂ എന്നൊന്നുമില്ലല്ലോ. ഉണ്ടടാ, ഉണ്ട്. എനിക്ക് എൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടേ തീരൂ. എനിക്കും അച്ഛനും വയസ്സായി വരുമല്ലേ കണ്ണാ. ഞങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടെന്നോ നിൻ്റെ വിവാഹം കഴിഞ്ഞാൽ ആ പെൺകുട്ടിയും കുഞ്ഞുങ്ങളുമൊക്കെ സന്തോഷത്തോടെ എല്ലാവരും കൂടെ കഴിയണമെന്ന്. നീ ഇങ്ങനെ വിവാഹം കഴിക്കാതെ നിന്നതുകൊണ്ട് ആർക്കാടാ പോയത്? നീ മനസ്സിൽ ഇപ്പോഴും താലോലിച്ചുകൊണ്ട് നടക്കുന്നവള് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കെട്ടിനെ വീട്ടിൽ കഴിയുന്നു. നീ ഇങ്ങനെ പാട്ടും പാടി ഇവിടെ ഇരുന്നു. അമ്മേ, കഴിഞ്ഞതൊക്കെ എനിക്കിങ്ങനെ മറക്കാൻ പറ്റുന്നില്ല. അമ്മയ്ക്കറിയില്ലേനെ. കണ്ണൻ്റെ ശബ്ദം മാറിയതും ഷോഫയൊന്ന് വല്ലാതെയായി. മോനെ കണ്ണാ, അവൾ നിന്നെ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞു പോയതല്ലേ. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ മകളായതുകൊണ്ടാണ് ഞാൻ അവളെ ഇത്രമാത്രം സ്നേഹിച്ചത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതുമാണ്. പക്ഷെ അവൾക്ക് നിന്നെ വേണ്ടായിരുന്നു. വെറും ഒരു കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെയല്ലേ അവൾ നിന്നെ വിട്ടിട്ട് പോയത്. എടാ മോനെ, ഒരിക്കലെങ്കിലും അമ്മയ്ക്ക് ഒന്ന് ജയിക്കണടാ. എൻ്റെ സഹോദരൻ്റെ മുന്നിൽ ഒരു കല്യാണം കഴിക്കുന്നതോടുകൂടി നിൻ്റെ മനസ്സിനെ വിഷമമൊക്കെ മാറും മോനെ. എടാ, വർഷം എത്ര കഴിഞ്ഞെന്ന് നിനക്കറിയോ? 6-7 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പോഴും നീ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നാൽ എങ്ങനെയാണ് കണ്ണ ശരിയാകുന്നത്? അമ്മ ദയവ് ചെയ്തതിനെ നിർബന്ധിക്കരുത്. അവളെന്നെ അങ്ങനെയായിരുന്നു കണ്ടതെങ്കിലും ഞാൻ തിരിച്ചവളെ ആത്മാർത്ഥമായിട്ടാണ് അവൻ സ്നേഹിച്ചത്. എനിക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല.
പെട്ടെന്ന് മറക്കണ്ട, വർഷം ഇത്രയും കഴിഞ്ഞില്ലേ. ഇനി നീ അവളെ ഓർത്തുകൊണ്ട് നടന്നാൽ എന്താണ് നിന്റെ ജീവിതത്തിൽ ഒരർത്ഥമുള്ളത്? അമ്മേ, അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എൻ്റെ കണ്ണ, എനിക്ക് നിന്നോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. രാജിമോളോ അവളുടെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയെ നിനക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിട്ടുണ്ട്. ജാതകം നോക്കി ചേർന്നാൽ വിവാഹത്തിന് സമ്മതിക്കണം. അച്ഛനും അമ്മയും ഒന്നുമല്ലടാ മോനെ, ആകപ്പാടെ അതിനൊരു വല്യമ്മ മാത്രമേ ഉള്ളൂ. ഒരു പാവം കുട്ടിയാണെന്നാണ് രാജിമോൾ പറഞ്ഞത്. സുമേഷ് അന്വേഷിച്ചു, ഒരു കുഴപ്പമില്ല. ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരു നല്ല കൊച്ച. എൻ്റെ പൊന്നുമോൻ ഈ വിവാഹത്തിനൊന്നും സമ്മതിക്കണം. അമ്മ പറയുന്നത് നീ കേൾക്കുമോ? ഈ ഒരു കാര്യം ഒഴികെ എന്ത് വേണമെങ്കിലും അമ്മ എന്നോട് പറഞ്ഞു. കണാ, നിന്റെ പ്രായത്തിലുള്ള മിക്ക ആൺപിള്ളേരും കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളായി. അവർക്ക് സന്തോഷത്തോടെ മക്കളുമായി നടന്നു പോകുന്നത് കാണുമ്പോൾ ഈ അമ്മയുടെ നെഞ്ച് നീറുവാടാ. ഞങ്ങൾക്കും ഇല്ലേ മോനെ ആഗ്രഹം? എടാ, നീ ഒന്ന് പോയി കണ്ടു നോക്ക്. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട. കാണുന്നത് കൊണ്ട് എന്താണ് വിരോധം? അമ്മേ, ഞാൻ എത്ര തവണ പറഞ്ഞ അമ്മയോട്, മലയാളം പറഞ്ഞ് മനസ്സിലാകില്ലേ? എനിക്കൊരു പെണ്ണിനെയും കാണാൻ പോകണ്ട. ശരി, നീ പോകണ്ട. ഞാനും അച്ഛനും കൂടി പോയി ഒന്ന് കാണട്ടെ. എങ്ങോട്ട്? രാജ്യങ്ങളുടെ വീട്ടിൽ വരെ ഒന്ന് പോകട്ടെ ഞങ്ങൾ. എന്നിട്ട് ആ കുട്ടിനെ ഒന്ന് കാണട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വിവാഹം ഉറപ്പിക്കും. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. ഞാനിന്ന് തന്നെ രാജ്യമോളെ വിളിച്ച് കാര്യം പറയും. അവർക്ക് അസൗകര്യമൊന്നുമില്ലെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ പോയി അതിനൊന്ന് കാണും. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് ബൈക്കിൻ്റെ ചാവിയും എടുത്തുകൊണ്ട് കണ്ണൻ പുറത്തേക്ക് പോയി. എൻ്റെ ആണ്ടവാ, ഇവൻ്റെ മനസ്സൊന്ന് മാറ്റണേ. എൻ്റെ മോനെ എന്തുമാത്രം സ്നേഹിച്ചതാണ് അവളെ. എന്നിട്ട് അവനെ ചതിച്ചിട്ട് പോയി അവൾ. അനുഭവിക്കൂടി നീ. എൻ്റെ ചേട്ടൻ്റെ മോളാണെങ്കിലും ശരി, നീ ഒരിക്കലും വേദനിക്കും. ശോഭ കരഞ്ഞു. അമ്മേ, കോഴിയെല്ലാം അവിടെ കിടന്ന് ചെകയുന്നുണ്ട്. എന്തെങ്കിലും തിന്നാനിട്ട് കൊടുക്ക്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടയിൽ കണ്ണൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു. അവർ അടുക്കളയിലേക്ക് പോയി കുറച്ച് ഗോതമ്പെടുത്ത് കോഴികൾക്കെല്ലാം ഇട്ട് കൊടുത്തു. കണ്ണനാണെങ്കിൽ നേരെ പോയത് അവൻ്റെ കൂട്ടുകാരൻ ബാപ്പൂരിയുടെ അടുത്തേക്കാണ്. എടാ കണ്ണാ, ശോഭമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. അവർക്ക് നീ ഒരേ ഒരു മകനല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ നിരാശകാമകനായിട്ട് നടന്നിട്ട് എന്താണ് വിശേഷം? കാര്യങ്ങളെല്ലാം കേട്ട ശേഷം അവൻ ചോദിച്ചു. ബാപ്പു, നീ മിണ്ടാതിരിക്ക്. അല്പസമാധാനം കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴും നീയും കൂടെ തുടങ്ങിക്കൂ. കണ്ണൻ അവനോട് കയർത്തു. ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ചാടിക്കടിക്കാൻ വരും ഇങ്ങനൊരു സാധനം. ദൈവമേ, ഇവൻ്റെ ഭാര്യയായി വരുന്ന കൊച്ചിൻ്റെ കഷ്ടകാലം. ബാപ്പു തലയിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ബാപ്പുവിൻ്റെ ഭാര്യ സുറമി ഒക്കത്തൊരു കുഞ്ഞിനെയുമായിട്ട് വന്നു. ആഹാ, കുഞ്ഞാപ്പു വന്നോ? ഇതെവിടെയായിരുന്നു 3-4 ദിവസം? പോക്കറ്റിൽ കിടന്ന് മിഠായി എടുത്ത് കണ്ണൻ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. ഉമ്മിച്ചിയുടെ വീട്ടിൽ പോയി. അതെയോ? എന്നിട്ട് അവിടെ എന്തുണ്ട് വിശേഷം? കണ്ണൻ അവനെ എടുത്തു. എല്ലാവർക്കും ചുഖാണ്. കുഞ്ഞാപ്പൂവിനെ കിട്ടിയതോടെ കണ്ണൻ അവനെ കൊഞ്ചിച്ചുകൊണ്ട് അതിലെ നടന്നു.